നമസ്കാരം, ഋഷിഭോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം നക്ഷത്രഫലത്തെയാണ് പറഞ്ഞു വരുന്നത്. ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ നക്ഷത്രഫലവും ഓരോ രാശിക്കൂറുകാരുടെയും വിശദമായിട്ടുള്ള ഫലങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ പുതുവർഷത്തിൽ തൊഴിൽപരമായിട്ട് ഉണ്ടാകുന്ന ഗുണദോഷങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത്. മേടം ഇടവം രാശിക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് മിഥുനക്കൂറുകാരുടെ തൊഴിൽപരമായിട്ടുള്ള പുതുവർഷ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർന്നത്തിന് 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പുതുവർഷം 2024 തൊഴിൽപരമായിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലമാണ്. കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായിരുന്നതിൽ അല്പം തൊഴിൽപരമായിട്ട് നേട്ടങ്ങളൊക്കെ കുറയാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. ചില വ്യക്തികളെ സംബന്ധിച്ച് അനുകൂല ദശാകാലമാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിന്റെ അതേ തുടർച്ച അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. അതായത് തൊഴിലിൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നർത്ഥം. പത്രപ്രവർത്തകർ, സാഹിത്യകാരന്മാർ, ടെക്നിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, സോഫ്റ്റ്വെയർ രംഗത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർ, എല്ലാ തരത്തിലുള്ള മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് നയപരമായിട്ട് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ 2024 തൊഴിൽപരമായി നേട്ടങ്ങൾ നൽകുന്നതാണ്. മിഥുനക്കൂറുകാർ സംസാരവും പ്രവൃത്തിയും ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. സംസാരവും കൊണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കാനുള്ള സാഹചര്യം പുതുവർഷത്തിൽ ഉണ്ടായേക്കാം. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. പരിഹസിച്ചുള്ള സംസാരമൊക്കെ നിർത്തുക. എല്ലാവരോടും സമയത്തോടുകൂടി നല്ല സന്തോഷമായി പെരുമാറുക. പെട്ടെന്ന് എടുത്തിയാടി തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവവും ഒഴിവാക്കേണ്ടതാണ്. 2024 മിഥുനക്കൂറുകാർക്ക് ജീവിതത്തിൽ വിജയം നേടാൻ, തൊഴിലിൽ വിജയം നേടാനായിട്ട് മുതിർന്നവരുമായിട്ട് കൂടിയാലോചിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വർഷത്തിന്റെ 2ാം പകുതി തെരഞ്ഞെടുക്കുന്നതായിരിക്കും ഉത്തമം എന്നുകൂടി പറഞ്ഞുകൊണ്ട് മിഥുനക്കൂറുകാരുടെ 2024 തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളുടെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കർക്കിടകം തുടങ്ങി മറ്റു രാശിക്കാരുടെ 2024 തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.